വന്നിട്ടോ ഞാൻ വന്നിട്ടൊക്കെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അമ്മയും കൊണ്ട് നേരെ ആശുപത്രിയിലൊക്കെ പോയി വന്നതിന് ശേഷം അയൽ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടതിന് ശേഷം ഉണങ്ങിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും വന്നു. അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി നേരെ തോട്ടിലാട്ടോ ഞങ്ങൾ പോവാറ്. തോട്ടിൽ നിന്ന് വരുന്ന വെള്ളം ഫോറസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തു നിന്നും കൂടിയാണ് കേട്ടോ. ഈ രണ്ട് വെള്ളത്തിൽ നിന്നാണ് ഞങ്ങൾ കഴുകുന്നത്. വേനൽക്കാലത്ത് ഇവിടെ വെള്ളമൊക്കെ ആറാറൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങളിവിടെ കുഴിയൊക്കെ കുത്തിയിട്ട് വെള്ളമൊക്കെ എടുക്കാറുണ്ട്. നല്ല വെള്ളമാണ്, മോശപ്പെട്ട വെള്ളമൊന്നുമല്ല. മുകളിൽ ആരും അലക്കാനോ കുളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വിശ്വസിച്ചിട്ട് ഈ വെള്ളത്തിലെടുക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ വടിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടൊന്ന് ഒരുപാട് പാത്രം കഴുകാനും അടിക്കലും വൃത്തിയാക്കലൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വളരെ ശൂന്യമാണ്. ഇന്നൊരു വീടൊന്നും ശരിയില്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ഉണർവില്ലാത്തതുപോലെ. അത് അമ്മയ്ക്ക് കഴിയാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ അമ്മയാണ് കൂടുതലും ഈ തൊട്ടിൽ വന്നിട്ട് അലക്കലും തുടക്കലൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അമ്മയില്ലാത്തതുകൊണ്ട് വളരെ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ കുഴപ്പമില്ല, അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മൾ തന്നെയാണ്, മക്കളായിട്ടുള്ള നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നേരെ ഞാൻ പാത്രമൊക്കെ വടിച്ചു. എല്ലാ ചട്ടിയും കലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് വടിക്കാറും തുറക്കാറും ഒക്കെ ഉള്ളത്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഗൈസ്. അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. നല്ലോണം ടയേർഡായി. ഇന്നത്തെ ജോലി ഒരുപാട് എടുത്തെടുത്ത് വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ അവസാനം പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങളിൽ മുഖവും കൈയുമൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോവാണ് ഗൈസ്. എനിക്ക് പറ്റിയില്ല വീഡിയോ എടുക്കാൻ, പക്ഷേ ഞാൻ പറ്റിയതുപോലെ എടുത്തു കേട്ടോ. പാത്രങ്ങളൊക്കെ അടിക്കിയതിന് ശേഷം വിചാരിച്ച് ചായ കുടിച്ചിട്ട് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. ബൈ.